പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി നമ്മുടെ ജാനകി കണക്കിന് കൊടുത്തിട്ട് പോവാണ്. അത് കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം ജലജ ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, കണ്ടല്ലോ ജാനകി നിന്റെ അവസ്ഥ, നീ ഈ വീട്ടിലെ മരുമകളല്ലേ, എന്നിട്ട് പോലും ദേവയാനി ഏട്ടത്തി പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? അനാമിക തങ്കമായാൽ എന്താ തകരമായാൽ എന്താ എന്നുള്ള കാര്യം ചോദിച്ചത് കേട്ടില്ലേ? അവർക്ക് എന്താണ് എന്നാ ഇത്രയും നാള് നയനയെ കണ്ടുകൂടായിരുന്നു, പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അവള് അവരുടെ തലയിലേറ്റി കൊണ്ടിറക്കുന്നത് കണ്ടില്ലേ? എന്ത് മാജിക്കാ നടന്നെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ജലജ പറയുമ്പോൾ ജാനകി ജലജയോട് പറയുന്നത്, മതി ജലജെ, നീ ഇനി അത് പറഞ്ഞ് വഷളാക്കണ്ട എന്നുള്ള കാര്യമാണേ. ഞാൻ പറഞ്ഞ് വഷളാക്കല്ല ജാനകി, ഞാൻ പറഞ്ഞ് വഷളാക്കാൻ വേണ്ടി ശ്രമിക്കൊന്നുമല്ല. നീ ശരിക്കും ഇനി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കാലെ വാരി തറയിലടിക്കും എന്ന് പറയാണ് കേട്ടോ. അതധികം വൈകാതെ നടക്കുന്ന തോന്നുന്നത്. നിനക്കറിയാലോ നയനയെ ഈ വീട്ടിൽ എന്തോരം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഏട്ടത്തി എന്നുള്ള കാര്യം. എന്നാ ഇപ്പോ നിനക്കൊരു മരുമകൾ വന്ന സമയത്ത് ഏട്ടത്തി ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇനിയും നീ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നയനയുടെ കൂടെ ചേർന്നിട്ട് ദേവയാനി ഏട്ടത്തിയും നിന്നെ കഷ്ടപ്പെടുത്തും. അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരണോ വേണ്ടോ എന്നുള്ള കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്കുന്ന പറയണേ. തുടർന്ന് അനാമിക ചോദിക്കുന്നുണ്ട്, ആന്റി എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പൊ നടന്നത് വെച്ച് നോക്കുന്ന സമയത്ത് ഇനി എന്തെല്ലാം നടക്കുന്നുള്ള കാര്യം ആർക്കറിയാം ജാനകി? ഇനിയും എന്തെല്ലാം അപമാനങ്ങൾ നീ സഹിക്കേണ്ടി വരും എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ട്. നല്ല കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ റൂമിലിരിക്കുന്ന ആ മരുമകൾ പിശാച്ചുണ്ടല്ലോ ഇങ്ങോട്ട് വരാത്തത്, അവൾ വന്നു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് എല്ലാം തീരും, എല്ലാത്തിനും തറയിൽ അടിക്കുന്നൊക്കെ പറയാണേ. ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അവരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുന്നതാണോ നീ വിചാരിച്ചത്? അവളുടെ അമ്മായിമ്മ ആയതുകൊണ്ട് അവൾ സംസാരിക്കുമ്പോൾ എനിക്ക് ചുമ്മാതിരിക്കാനേ പറ്റുള്ളൂ. അവൾ ശരിക്കുള്ള ഒരു ടെറർ പീസ് തന്നെയാണ്. അവളുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുള്ളത് കൊണ്ടാണ് ഞാൻ വിട്ടുകൊടുക്കുന്നത്. അത് കഴിയട്ടെ, അതിനുശേഷം ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും നീ അവളുടെ കാര്യമൊക്കെ വിട്. ഇനിയും നീ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം അതോ ഗതിയായിരിക്കും. ഇപ്പൊ നടന്ന അപമാനമൊക്കെ ചെറുതായിട്ടാണ് പോയത്, പക്ഷെ ഇനി നീ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും എനിക്ക് പറയണമെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടുന്ന് പോവാണ് കേട്ടോ. തുടർന്ന് ദേവയാനിക്ക് അരികിലേക്ക് ജയം വരികയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി, അവിടെ നടന്നതെല്ലാം ഞാൻ കണ്ടിരുന്നു, നിന്റെ ഈ മാറ്റം എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ത് മാറി, ആര് മാറി എന്നുള്ള കാര്യം ദേവയാനി ചോദിക്കുമ്പോൾ, അല്ല നീ ഇപ്പോൾ നയനമോൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചില്ലേ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ ദേവയാനി പറയുന്നത്, ഞാൻ നയനയെ സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിച്ചത്, ജാനകിയുടെ വായടപ്പിക്കുകയാണ് ചെയ്തത്. അതല്ല, നീ നയനയെ വീട്ടിലേക്ക് പോകരുത് എന്നുള്ള കാര്യം ജാനകി പറഞ്ഞപ്പോൾ ജാനകിയുടെ വായടപ്പിച്ചില്ലേ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതെ, ഞാൻ അവളുടെ വായടപ്പിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. അവൾക്ക് നയനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്ത് അധികാരം ഉള്ളത്? നയന അവളുടെ വീട്ടിലേക്ക് പോകരുത് എന്നുള്ള കാര്യം ഞാൻ പറയും, പക്ഷെ അത് പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവർ പറയാൻ നിൽക്കണ്ട. അപ്പൊ നീ നയന അവളുടെ വീട്ടിലേക്ക് പോകുന്നത് നീ തടയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തായാലും തടയുന്നത് തന്നെയാണ് കേട്ടോ ദേവയാനി പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് കരുതിയിട്ട് നയനയെ ഒരിക്കലും മരുമകളായിട്ട് അംഗീകരിക്കില്ല. അതൊരിക്കലും നടക്കില്ല. എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോവാണേ. തുടർന്ന് കാണിക്കുന്നത് അനി ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൊള്ളില്ല എന്ന് പറയണേ. അതെന്താ, ഞാനും ബ്രോയും കൂടി ചേർന്നിട്ട് എടുത്ത ഡ്രസ്സാണ്, അവൾ നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ അനാമികയുടെ മുഖത്തേക്ക് നോക്കുന്നത്, ഒരുമാതിരി ചമ്മിയ പോലെ. അപ്പൊ അനാമിക ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. സോറി സോറി എന്ന് അനി പറയുന്ന സമയത്ത് അനാമിക കൈ തട്ടി മാറ്റിയിട്ട് അവിടുന്ന് പോവാണ്. എന്നിട്ട് പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ അനി. റിയലി സോറി അനാമിക, ഞാൻ സോറി പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നീ ദേഷ്യപ്പെടുന്നത്? ഇങ്ങോട്ട് നോക്ക് അനി, അനിക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ ചെയ്യില്ല, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും അനി ചെയ്യാൻ പാടില്ല. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല. നിനക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് വലുതായിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നന്ദുവിനെ ഫ്രണ്ടായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ ഇരിക്കേണ്ടടുത്തൊക്കെ അവൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ട അനി എന്നുള്ള കാര്യം പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല അനാമിക. ഇല്ല അനി, അനി വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അതാണ് സത്യം. ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിൽ ഏറ്റാൻ വേണ്ടി പറ്റില്ല, പക്ഷെ അതൊന്നും സത്യമല്ല എന്നുള്ള കാര്യം ആയിട്ട് വരുമില്ല. ശരി അനാമിക, നീ ടെൻഷൻ ആവല്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ, അല്ല അനി, എന്തെങ്കിലും ഒരു ദിവസം നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാവും. നന്ദു നിന്നെ സ്നേഹിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അവളുടെ ചേച്ചിമാർ രണ്ടുപേരും അവളെ സപ്പോർട്ട് ചെയ്യും. അതെനിക്ക് നന്നായിട്ട് അറിയാം. നീയും അതിനുള്ള ഇടം കൊടുക്കൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അനാമിക, നീ ഇത്രയ്ക്കും ഫീൽ ചെയ്യാൻ മാത്രം എന്താ ഇവിടെ നടന്നത്?
നിന്റെ ദേഷ്യം ന്യായം തന്നെയാണ്. പക്ഷെ അത് കരുതിയിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതിൽ ഒരർത്ഥവും ഇല്ല. നയനേച്ചിയാണെങ്കിലും നവ്യേച്ചിയാണെങ്കിലും രണ്ടുപേരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവര് നിനക്ക് ഏട്ടത്തിയായതിന് മുൻപ് തന്നെ അവരുടെ നന്ദുവിന്റെ ചേച്ചിമാരാണ് രണ്ടുപേരും. അത് നീ നല്ലോണം മനസ്സിലാക്കിക്കോ എന്ന് പറയുമ്പോൾ ശരി, ഓക്കെ, എന്തായാലും ശരി, നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ ഇനി ചെയ്യില്ല. നീ അങ്ങനെ പറഞ്ഞാലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? നിനക്കിപ്പോൾ വിശ്വാസം വരണം, അത്രയല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കയ്യിൽ സത്യം കൊടുക്കാൻ വേണ്ടി പോവാണേ. ആദ്യം നീ പറയുന്നത് ചെയ്യുന്നതും ഒന്നാണോ എന്നുള്ള കാര്യം എനിക്കറിയണം. അത് കഴിഞ്ഞിട്ട് മതിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന അനാമികയെ വീണ്ടും പിടിച്ചു നിർത്താൻ കേട്ടോ. നീ വിചാരിക്കുന്നത് പോലെ തന്നെ ആവോ എന്നുള്ള കാര്യം പറയുമ്പം എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പോവാണേ. അങ്ങനെ അനാമിക അവിടുന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ കുടുംബത്തെ നിന്നെ അതിൽ നിന്ന് പിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നിനക്കുള്ള ആദ്യ അടി എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് നയനയാണ് കേട്ടോ കാണിക്കുന്നത്. നയന ഓഫീസിൽ പോയപ്പോൾ അവിടെ അഡ്വക്കേറ്റിനെ കണ്ടതും അത് കഴിഞ്ഞ് ആദർശ് ശ്വേതയും കൊണ്ട് വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആദർശ് റൂമിലേക്ക് കയറി വരുന്നത് കേട്ടോ. ആദർശിനെ കണ്ട ഉടനെ തന്നെ ചാടി എണീറ്റിട്ട് ഞാൻ കൊടുത്തുവിട്ട ആ ടിഫിൻ ബോക്സ് എവിടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇതിനെന്തിനാ നീ ഇത്രയും ദേഷ്യപ്പെടുന്നത്? നിൻ്റേത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല. ടിഫിൻ ബോക്സ് എവിടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് ഞാൻ ഓഫീസിൽ മറന്നു വെച്ചു. അല്ല, ഇപ്പം എന്തിനാ ടിഫിൻ ബോക്സ് ഇത്ര അർജൻറ്റായിട്ട് ചോദിക്കുന്നത്? ടിഫിൻ ബോക്സ് മറന്നു വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അവിടെ വിട്ടിട്ട് പോകുന്നോ എന്നുള്ള കാര്യമാണ്. ശരി, കോഫി നിങ്ങൾ വീട്ടിൽ നിന്ന് കുടിക്കുന്നുണ്ടോ അതോ വെളിയിൽ നിന്ന് കുടിച്ചിട്ടാണോ വന്നത്? കുടിക്കുന്നുണ്ടോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പറയാമെന്ന് ആദർശ് പറയുമ്പോൾ അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. വേണോ വേണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോ എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നേ? ഞാനും പുറന്നെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ. അങ്ങനെ നയന അവിടുന്ന് മാറി നിന്നതിന് ശേഷം ആദർശ് ചിന്തിക്കുന്നത്, അല്ല, ഒരു ലഞ്ച് ബോക്സ് അവിടെ വെച്ച് മറന്നതിന്റെ പേരിൽ ഇത്രയും ദേഷ്യപ്പെടണോ? എന്നിട്ട് ആദർശ് ഇങ്ങനെ തല ഇങ്ങോട്ട് തിരിച്ചു നോക്കുമ്പോഴാണ് കേട്ടോ നയന കല്ലിപ്പ് മുഖത്തോട് കൂടിയിട്ട് നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് ആദർശ് പേടിക്കുന്നുണ്ടേ. എന്നിട്ട് ടവൽ നീട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് ആദർശ് എണീറ്റ് എന്നിട്ട് മേടിക്കുന്നുണ്ട്. എന്നിട്ട് നയന അത് കൊടുത്ത് അവിടെ നിന്ന് പോവാണേ. എന്റെ പൊന്നെ, ഇവളുടെ ദേഷ്യം കണ്ട നമുക്ക് തന്നെ പേടിയാവുമല്ലോ. ഇവൾ ഇത്രയും ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പൊ സംഭവിച്ചത്? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ആദർശ് ഇങ്ങനെ ബെഡിലിരിക്കുമ്പോൾ കോഫി കൊണ്ടുവന്നിട്ട് ആദർശിന്റെ മുഖത്തിന് നേരെ നീട്ടുകയാണ് കേട്ടോ. നീ എന്തിനാ എൻ്റെ മുഖത്തിന് നേരെ നീട്ടുന്നത്? കോഫി എന്ന് പറഞ്ഞിട്ട് തന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കണ്ടാൽ അറിയില്ലേ കോഫിയാണെന്നുള്ള കാര്യം, പിന്നെ ഇനി കോഫി എന്ന് പറയണോ? കോഫിയാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ കോഫി കൊണ്ടുവന്ന് റൂമിൽ തരുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇനിയിപ്പോൾ കൊണ്ടുവന്നതിൻ്റെ ശേഷം ഇനിയിപ്പോൾ കോഫിയാണെന്നുള്ള കാര്യം പറയും വേണമെന്ന് ചോദിക്കട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് നയന. ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ എന്താ ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ആദർശ് പറയുമ്പോൾ എന്താ അറിയില്ല എന്നുള്ള കാര്യം നയന ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ നീ അതൊരു 9 തവണയായിട്ട് തിരിച്ചു പറയുന്നു. എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല. ആകെ മൊത്തത്തിൽ തലപ്രാന്ത് പിടിക്കുന്നത്. അറിയാം, വീട്ടിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലപ്രാന്തൊന്നും ഇല്ലല്ലോ. വീട്ടിൽ വന്നിട്ട് എന്നെ കണ്ട് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു, അങ്ങനെയല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആദർശ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്തിനാ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്? നീ എന്താ എൻ്റെ മനസാക്ഷി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ, എനിക്കൊക്കെ നിങ്ങളുടെ മനസാക്ഷി ആവാൻ വേണ്ടി കഴിയോ? അതിനൊന്നുള്ള ചാൻസേ ഇല്ല. അതിനുള്ള ചാൻസ് നിങ്ങൾ തരുമോ? എന്നെയൊക്കെ നിങ്ങൾ മനസാക്ഷിയാക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മതി, ഞാൻ നിന്റെ അടുത്ത് ഇനി കോഫിയെ ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് ആദർശ് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട പിന്നെ വേറെ ആരോടാ കോഫി ചോദിക്കാൻ വേണ്ടി പോകുന്നത്? എനിക്ക് ലൈഫ് ലോങ് കോഫിയെ വേണ്ട, വിട്ടേക്ക് എന്നെ എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ വാ വഴിക്ക്. എന്നിട്ട് ആ കോഫിയും കൊണ്ടിട്ട് നയന അവിടുന്ന് പോകുമ്പോൾ അയ്യോ ഒന്ന് നിൽക്ക് എന്ന് പറയാണ് കേട്ടോ ആദർശ്. ആദ്യം നിനക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോ എന്ന് പറയുമ്പോൾ ഞാനും വന്നു എന്നുള്ള കാര്യം പറയുകയാണേ. ആദ്യം നിങ്ങൾക്ക് കോഫി വേണോ വേണ്ടയോ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വെറുതെ വമ്പെടുക്കുക. അതുകൊണ്ട് വേണം താ ഇന്ന് കോഫി എന്ന് പറയുമ്പോഴും നയന ആ കോഫിയും കൊണ്ട് പോവാണ് കേട്ടോ. വേണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ അതുകൊണ്ട് പോകുന്നതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് തടഞ്ഞു നിർത്തിയിട്ട് കോഫി മേടിക്കുകയാണേ. അത് കഴിഞ്ഞ് ആദർശിനോട് ദേഷ്യപ്പെട്ടിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് അയ്യോ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ വട്ട് പിടിച്ചിട്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദർശ്. അത് കഴിഞ്ഞിട്ട് നയന കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദോശയും ചട്നിയാന്ന് പറയുകയാണേ. എന്താ ഇന്ന് മെനു ഇൻട്രസ്റ്റിംഗ് അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ നയന. മെനു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം ആദർശിൻ്റെ അടുത്ത് പറയുകയാണെ. ഇതെല്ലാം ദേവയാനി കേൾക്കുന്നുണ്ടേ. എന്നിട്ട് അരികിലേക്ക് ചെന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല ആദർശ് നിനക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം. അപ്പോഴേക്കും അതൊന്നുമില്ല അമ്മയെന്ന് പറയുമ്പോഴേക്കും നയന അമ്മേ അത് വേറൊന്നുമല്ല, ഞാൻ ദോശയും ചട്നിയും എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ആദർശന് എന്തോ വേണ്ടാത്ത പോലെ.
അതുകൊണ്ടാണ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചതെന്നുള്ള കാര്യം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, നിന്റെ അടുത്ത് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന് പുറത്തത് ഇഷ്ടപ്പെടില്ല ഭക്ഷണം എന്നുള്ള കാര്യം. അങ്ങനെ ദേവയാനി ഇത് പറഞ്ഞു കേട്ടിട്ട് നയന ഞാനും അത് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ട് ശീലമാവുകയും ചെയ്തു, അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ദേവയാനിന്റെ മുമ്പിൽ ഇട്ടിട്ട് നയന നല്ലൊരു മുട്ടൻ പണി കൊടുക്കുകയാണ് കേട്ടോ ആദർശിന്. ആദർശ് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.